അർജുൻ മലയാളികളുടെ മനസ്സിലെ ഒരു നീറുന്ന കണ്ണീർ ഓർമ്മയാണ്. കൃത്യം ഒരു വർഷം മുമ്പ് 2024 ജൂലൈ 16 അർജുനെ തേടി ആ ദുരന്തം എത്തുന്നത്. ഷിരൂരും ഗംഗാവലിപ്പുഴയും നാം മലയാളികൾ ഏറ്റവും കൂടുതൽ കണ്ടതും കേട്ടതും അർജുനെ കാണാതായ ആ നിമിഷം മുതലാണ്. പനവേൽ കന്യാകുമാരി ദേശീയപാതയിൽ മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ അർജുൻ അടക്കം 11 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 2 പേരുടെ മൃതദേഹങ്ങൾ ഇതുവരെയും കിട്ടിയിട്ടില്ല. ഷിരൂരിൽ നാം അനുഭവിച്ചതും കേരളത്തിൽ ഭയക്കുന്നതുമായ ആ ദുരന്തത്തിന്റെ സാധ്യത ഇപ്പോഴും ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. ലോറി ഡ്രൈവറായ അർജുൻ തൻ്റെ വാഹനത്തിൽ തടിയും കയറ്റി മഹാരാഷ്ട്രയിൽ നിന്നും കേരളത്തിലേക്ക് വരുന്നു. ഗംഗാവലി പുഴയുടെ തീരത്ത് ഷിരൂരിൽ തൻ്റെ വാഹനം നിർത്തുന്നു. തൊട്ടടുത്തുള്ള ചായക്കടയിൽ നിന്നും ചായ കുടിക്കുന്നു. തിരികെ എത്തി തൻ്റെ വാഹനത്തിൽ കിടന്നുറങ്ങുന്നു. പുലർച്ചെ 2:30 അപകടം സംഭവിക്കുന്നത്. ഇവിടെ നിരുത്തരവാദിയായിട്ടുള്ള പെരുമാറ്റാണ് ഇവിടെ അതിനുള്ള റെസ്പോൺസിബിലിറ്റി ആൾ ഇവിടെ ഇല്ല. ഇനി അപ്പുറ വശം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ അർജുനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുനിന്ന് ഈ റോഡിൽ നിന്നുള്ളത് ആക്സസ് ചെയ്തിട്ട് മാത്രം. ഞങ്ങളുടെ സഹോദരന്റെ ജീവൻ ഓരോ നിമിഷം കഴിയുന്നതോറും അപകടത്തിലാവാൻ ചാൻസ് കൂടുകയാണ്. ഒരു മല അപ്പാടെ ഇടിഞ്ഞ് താഴേക്ക് വരികയാണ് ചെയ്തത്. അർജുനന്റെ വാഹനവും മറ്റു വാഹനങ്ങളും ഇവിടെ ഉണ്ടായിരുന്ന ലക്ഷ്മണന്റെ ചായക്കടയുമെല്ലാം പുഴയിലേക്ക് ചെന്ന് പതിച്ചു. വിവരമറിഞ്ഞ് ലോറിയുടെ അവസാനത്തെ GPS ലൊക്കേഷൻ ലഭിച്ച ഷിരൂരിലേക്ക് അർജുൻ്റെ കുടുംബവും ലോറി ഉടമ മനാഫും മാധ്യമപ്രവർത്തകരും എത്തി. ഇവിടെ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. സമീപകാലത്തൊന്നും ഇത്ര വലിയ മണ്ണിടിച്ചിൽ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല. ദുരന്തമുഖത്തേക്ക് 100 കണക്കിന് മലയാളികളാണ് ഒഴുകിയെത്തിയത്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഇന്ന് മൃതദേഹം ലഭിച്ച സണ്ണുവിൻ്റെ വീട്. അവരുടെ കുടുംബാംഗങ്ങളാണ് സംസ്കാരം നടത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത്. ഒപ്പം പ്രദേശവാസികളായ 2 പേർ കൂടി മിസ്സിംഗ് ആണ്. അതായത് ആകെ 4 പേർ. അതിലൊന്ന് അർജുനാണ്. നമ്മൾ ഈ സ്പോട്ടിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച അതിലും ഭീകരമായിരുന്നു. ഈ മണ്ണിടിഞ്ഞ ഭാഗത്തുനിന്ന് വീണ്ടും വീണ്ടും മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുക. കനത്ത മഴയിൽ വെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ച് ആ കുന്നിനെ അപ്പാടെ താഴേക്ക് കൊണ്ടുവരുന്ന സ്ഥിതി. റോഡെല്ലാം നമുക്ക് കാണാൻ സാധിക്കില്ല. ഈ ഭാഗത്ത് ഷിരൂരിൻ്റെ ആ ഭാഗത്ത് റോഡെല്ലാം വലിയ പാറക്കല്ലുകൾ കൊണ്ടൊക്കെ മൂടപ്പെട്ട ഒരു അവസ്ഥ. ഏറ്റവും സങ്കടകരമായിട്ട് എനിക്ക് അവിടെ പോയപ്പോൾ തോന്നിയൊരു കാര്യം, ഈ ലക്ഷ്മൺ നായിക്കിൻ്റെ കടയും വീടുമൊക്കെ ഇരുന്ന ഒരു സ്ഥലം,
അവിടെ നോക്കുമ്പോൾ നമുക്ക് ആ ഭാഗം ആ ഭൂമുഖത്ത് നിന്ന് തുടച്ച് നീക്കപ്പെട്ട നിലയിലായിരുന്നു. അവിടെ ഒരു നായയുണ്ടായിരുന്നു. അവിടെ ആളുകൾ ചില ബന്ധുക്കളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ തിരച്ചിലൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഇത് ഒരു നായാണ്. ഈ വീട്ടുകാരെ കാണാത്തതുകൊണ്ട് കുറേ ദിവസങ്ങളായിട്ട് ഈ നായ ഇവിടെ തന്നെ ഉണ്ട്. വളരെ ഒരു വിഷമമുള്ളൊരു കാര്യമാണത്. അതിഭീകരമായ കാഴ്ചയാണ് സ്ഥലത്ത് കണ്ടത്. ഒരു മലയുടെ വലിയൊരു ഭാഗം തന്നെ ഇടിഞ്ഞ് റോഡിലേക്ക് പതിച്ചു നിൽക്കുന്നു. അതിശക്തമായി കുത്തിയൊഴുകുന്ന ഗംഗാവലി പുഴ താഴെയും ഏകദേശം വലിയ അളവിലാണ് പുഴയിൽ ജലനിരപ്പ് ഉയർന്നിരുന്നത് ആ സമയത്ത്. രക്ഷാപ്രവർത്തനം ആദ്യം ഊർജിതമായിരുന്നില്ല. വാഹനത്തിന്റെ പ്രത്യേകതയും ക്യാബിന്റെ സുരക്ഷയും കണക്കിലെടുത്ത് അർജുന് ജീവൻ ഉണ്ടാകാമെന്ന് കരുതി. അതിനാൽ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണമെന്ന ആവശ്യവും ഉയർന്നു. ഇന്ന് ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിക്കുകയാണ്, ഈ ലോറിൻ്റെ മുതലാളിക്കാണോ ഇത്ര പിടിപാടുള്ളത് അല്ലെങ്കിൽ ലോറിൻ്റെ ഡ്രൈവറിനാണോ? കാരണം മുഖ്യമന്ത്രി വിളിക്കുന്നു, പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നു, കോൺഗ്രസ്സുകാർ വിളിക്കുന്നു, മാർക്സിസ്റ്റുകാർ വിളിക്കുന്നു, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വിളിക്കുന്നു. എന്താ ആർക്കാ എത്രമാത്രം പിടിപാടുള്ളത് എന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞു, ആ പിടിപാടുള്ളത് മുതലാളിക്കും ഒരു പിടിപാടില്ല, ഡ്രൈവറിനും ഒരു പിടിപാടുമില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആൾ മലയാളിയാണ്. അതാ പ്രശ്നം. അതിൻ്റെ ഉള്ളിലുള്ള എൻ്റെ മോനാണ്. ഞങ്ങളെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അമ്മയും ഭാര്യയും മോനും ഫ്രണ്ട്സാണ്. ഇങ്ങനത്തെ ഒരു കുടുംബങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. മനസ്സുകൊണ്ട് സംസാരിക്കുന്നവരാണ് ഞങ്ങൾ. ഒരാളെ മനസ്സിലെ ചിന്തകൾ ഞങ്ങൾ മൂന്നാളിലും ഒരുപോലെ പോകും. 3 മണിക്ക് തലേന്ന് രാത്രി എന്തെങ്കിലും കാരണത്താൽ വിളിക്കാൻ പറ്റിയില്ലേ, രാവിലെ 3 മണിക്ക് ഞാൻ എണീക്കുന്ന സമയത്ത് മോൻ്റെ മെസ്സേജ് എൻ്റെ ഫോണിലുണ്ടാവും. എൻ്റെ ഫോണെടുത്ത് ഞങ്ങൾ കാണാം. ഈ വൈകാരികമായ സമ്മർദ്ദം എൻ്റെ മോനെ അവിടുന്ന് ഓരോ ആക്സിഡൻറ്റിൽ എന്തെങ്കിലും സംഭവിച്ചു പറഞ്ഞാൽ ഞാനത് ഉൾക്കൊള്ളും. ഈ ആരോഗ്യവും ബുദ്ധിയും പിന്നെ ഞങ്ങൾ എങ്ങനെ വിഷമിക്കുമോ എന്ന് ചിന്തിക്കുന്ന നല്ല ഓർമ്മയുള്ള സമയം മുഴുവനും ചിന്തിച്ചിട്ടുണ്ടാവും വീട്ടുകാരെത്രത്തോളം വിഷമിക്കുന്നതെന്ന്. പിന്നെ അവൻ്റെ മാനസിക നില തകരുന്നതും ആരോഗ്യം വഷളാകുന്നതും ഒക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഇത്രയും ദിവസങ്ങളിൽ കണ്ട് എനിക്ക് സഹനം എന്നുള്ള എൻ്റെ അങ്ങേ തലക്കെത്തിക്കുന്നു. അർജുനും വാഹനവും കരയിലോ പുഴയിലോ എവിടെയാണെന്ന് കണ്ടെത്താൻ ആദ്യം കഴിഞ്ഞില്ല. കരയിലാണ് ആദ്യം രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. ഇടത്തെ ഭാഗത്ത് നോക്കി കിട്ടിയില്ല, വലത്തെ ഭാഗത്ത് നോക്കണം. വലത്തെ ഭാഗത്ത് തപ്പാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ വണ്ടിയിലുണ്ടോ, വണ്ടിക്ക് പുറത്തായിനോ? എനിക്ക് നല്ലൊരു സംശയമുണ്ട് വണ്ടിക്ക് പുറത്തായിനൊന്നുള്ളത്. ഇപ്പൊ വണ്ടിക്ക് പുറത്തായിരിക്കും. ഇടിഞ്ഞു വീണ മണ്ണിന് മുകളിൽ അതിസാഹസികമായിരുന്നു രക്ഷാപ്രവർത്തനം. കനത്ത മഴ വീണ്ടും മണ്ണിടിയാമെന്ന സാധ്യതയുമേറ്റി. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയില്ല. കാറ്റും മഴയും കൂടി ഒന്നിച്ചാണ് വരിക. അതും വളരെ ശക്തമായ മഴ. നമ്മൾ കമ്പൂട്ടാണ് ഈ പ്രവർത്തനത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മുടെ കാലെല്ലാം ശരിക്കും ഈ കമ്പൂട്ടിനകത്തുകൂടി വെള്ളം ഇറങ്ങിയിട്ട് ചെളിയുമായിട്ട് വളരെ പ്രയാസത്തിലാണ് ഇതിൽ നടക്കുന്നത്. ലോറി മറിഞ്ഞ് കിടക്കുന്ന സ്ഥലമൊക്കെ പിന്നെ നമ്മൾ അവസാനം ഓരോ ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോലീസ് അനുവദിച്ച് വിടുമ്പോഴും ഓരോ ദിവസവും അവിടെ ഓരോ നിൽക്കുന്ന സമയത്ത് ഓരോ സമയം വളരെയധികം പേടിയാണ്. തിരിച്ച് നാട്ടിലെത്താൻ പറ്റുമോ? അത്രയും കാറ്റും ഈ മണ്ണൊലിച്ചിലും ഒക്കെ കാണുമ്പോൾ റൂമിനടുത്ത് കിടക്കുമ്പോൾ പോലും നമുക്കൊരു പേടിയായിരുന്നു. അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ മുഴുവൻ സമയവും ഷിരൂരിലുണ്ടായിരുന്നു. കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ രക്ഷാപ്രവർത്തനങ്ങൾ
ഏകോപിപ്പിച്ചു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നേരിട്ട് സ്ഥലത്തെത്തി. We are working and we are trying it. That you have seen day and night. Okay, we will try our level best and we are 100% sure we will give you the result. We will bring that and we will do that. ലോറി കരയിലില്ലെന്ന് സ്ഥിരീകരിച്ചതോടെ പിന്നീട് പുഴ കേന്ദ്രീകരിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം. നേവിയും NDRFും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഓരോ നിമിഷവും ശുഭവാർത്തയ്ക്കായി അർജുൻ്റെ കുടുംബവും മലയാളികളും കാത്തിരുന്നു. പക്ഷേ രക്ഷാപ്രവർത്തനം നീണ്ടുപോയി. കേരളത്തിന് പുറത്ത് നമുക്ക് അത്ര പരിചിതമല്ലാത്തൊരു നാട്ടിൽ ഒരു അപകടം നടക്കുന്നു. ഭാഷ പോലും അറിയാതെ നാം തരിച്ചു നിൽക്കുമ്പോൾ ആശ്വാസമായി ഒരു മനുഷ്യൻ അവിടെ എത്തുന്നു. അർജുനെ കാണാതായ സമയം മുതൽ ഏറ്റവും ഒടുവിൽ അർജുൻ്റെ മൃതദേഹം കണ്ടെത്തുന്നവരെ സജീവമായി അവിടെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് മഞ്ചേശ്വരം MLA AKM അഷ്റഫ്. അർജുൻ നമ്മളെ സംബന്ധിച്ചോളം ദുഃഖം നടന്ന അർജുനെ നമുക്ക് ജീവനോടെ കിട്ടിയിട്ടില്ല. പക്ഷെ മനസ്സിലൊരു സംതൃപ്തി. ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മോനെ അർജുൻ അല്ലാണ്ട് മടങ്ങി വരരുതെന്ന് അറിഞ്ഞത് അവസാനം ആ വീട്ടിലേക്ക് അർജുൻ്റെ മൃതദേഹം അമ്മയ്ക്ക് കൈമാറിയിട്ട് വരുമ്പോഴുണ്ടായ ഒരു സംതൃപ്തി ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളുടെ ഒരു സംഭവമാണ് ശിരൂർ സംഭവം. ശരിക്കും എന്തായിരുന്നു ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നി ആ സമയത്ത്? സത്യത്തിനും ഞാനിപ്പോൾ ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഈ ചാനലുകളൊക്കെ എന്നെ ഇങ്ങനെ കാത്തു വയ്ക്കും. ചില ടോക്കൊക്കെ നടക്കുമ്പോൾ അങ്കോല ഗസ്റ്റ് ഹൗസിൽ പോകും, മംഗളവേദ്യ, സിദ്ധരാമയ്യയുടെ വരവ്, സിദ്ധരാമയ്യയുടെ വരവ് ഫിലിക്സ് ഓർക്കുന്നുണ്ടാവും. പിന്നെ നമ്മളൊക്കെ വിചാരിച്ചത് രണ്ടാം ദുരന്തം പോലെ നമ്മളെല്ലാവരും പോയി പോകാന്ന് പറഞ്ഞിട്ട് വിചാരിച്ചു. സിദ്ധരാമയ്യ എത്തുമ്പോൾ ചരിത്രത്തിൽ കാണാത്ത മഴ പെയ്ത് ഒരാൾക്ക് കാണാൻ കഴിയുന്നില്ല. ഓരോ സിറ്റിങ് കഴിഞ്ഞിട്ട് പുറത്തു വന്നിട്ട് ഞാൻ പറയും, ഓരോ ദിവസവും എൻ്റെ പറയൽ എന്തായാലും നാളെ നല്ല റിസൾട്ട് ഉണ്ടാവും, നാളെ നമുക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ടാവും. ഇതിങ്ങനെ പറഞ്ഞ് പോകുന്നു. ഒരു റിസൾട്ട് ഉണ്ടാകുന്നില്ല. നമ്മൾ പകുതിക്ക് തെരച്ചിൽ നിർത്തുന്നു, നാട്ടിലേക്ക് മടങ്ങുന്നു, വീണ്ടും തുടങ്ങുന്നു. സത്യത്തിനും ഒരു കാര്യം, നമുക്ക് അവിടെ എത്തിയതിനു ശേഷം എന്തായാലും ഇത്രയും വലിയൊരു ശ്രമം അർജുൻ്റെ ലോറി കണ്ടെത്തണം, അർജുനെ തിരിച്ച് നമുക്ക് കിട്ടണം എന്നുള്ള ഒരു ടീം വർക്കായിരുന്നു അത്. ഗംഗാവലിപ്പുഴയിലെ കുത്തൊഴുക്ക് പലപ്പോഴും രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചു. ഒടുവിൽ സ്വയം താല്പര്യം പ്രകടിപ്പിച്ച് ഈശ്വർ മാൽപ്പെ എത്തി. ഈശ്വർ മാൽപ്പയുടെ ജീവൻ പോലും അപകടത്തിലാക്കും വിധം പുഴ രൗദ്രഭാവം കാട്ടി. അർജുൻ്റെ പേരിനൊപ്പം നാം എപ്പോഴും ഓർമ്മിക്കുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്, ഈശ്വർ മാൽപ്പെ. അർജുനായി വലിയ രീതിയിൽ തെരച്ചിൽ നടത്തിയ മാൽപ്പെ. ഇപ്പോൾ മാൽപ്പെ ബീച്ചിലാണ് നമ്മളുള്ളത്. ബീച്ചിൽ നമുക്കൊപ്പം ഈശ്വർ മാൽപ്പെ കൂടി ചേരുന്നു. മാൽപ്പെ, നമസ്കാരം. നമസ്കാരം. അന്ന് റിസ്ക് ആയിരുന്നു അല്ലേ ആ സമയത്ത്? അപ്പോൾ താങ്കൾ വടം പൊട്ടിപ്പോകുന്നു, താങ്കൾ ഒഴുകിപ്പോകുന്നു. എങ്ങനെയാണ് ആ സംഭവത്തെക്കുറിച്ച്? ആ സംഭവത്തിൽ എനിക്ക് വെള്ളത്തെ അടിഭാഗത്തിൽ ഒരു 45 അടിയിലെ കയർ പൊട്ടി. ആ പ്രഷർ 9.6 പ്രഷർ ഇരുന്ന് ആ കയർ പൊട്ടിയ സമയത്ത് എൻ്റെ ഇത് ചുരുട്ടിപ്പോയി. അപ്പം ഞാൻ ഒരു 200 മീറ്റർ ദൂരത്തിൽ അടിഭാഗത്തിലേ പോയിട്ട് കൊണ്ടിരിപ്പോൾ ആ സമയത്തിൽ ഞാൻ മരണപ്പെട്ടെന്ന് വെച്ച്. ഈ വെള്ളത്തിൻ്റെ അടിയിൽ മരം കിടക്കുമായിരുന്നു അല്ല, അത് റിസ്ക് ആയിരുന്നു ശരിക്കും? ആ വെള്ളത്ത് ഗംഗാവളി വെള്ളത്ത് റിവറിൽ എത്ര സ്പീഡ് റിവർ എന്ന് കറണ്ട്, ആ കറണ്ടിലെ അടിഭാഗത്തിൽ ഒരു വണ്ടി ഒരു മിനിമം ഒരു ഞാൻ കണ്ടെങ്ങനെ കീഴെ ഒരു 7-8 വണ്ടി അവിടെ തന്നെ ഉണ്ട്. ലോറി ആയിട്ട്
സ്കൂട്ടർ ആവട്ടെ, ബൈക്ക് ആവട്ടെ, കാർ ആവട്ടെ, ഒത്തിരി വണ്ടിയുണ്ട്. പലതവണ അവിടെ ചെന്നു, മുങ്ങിത്താന്നു, പക്ഷേ കിട്ടിയില്ല. പക്ഷെ നിങ്ങൾ നിരാശനായില്ല, വീണ്ടും വീണ്ടും പോയി അല്ലേ? കണ്ടിപ്പാ. നേരത്തെ ഒരു ആ വെള്ളത്തിലെ ഒന്നാമത്തെ ഭാഗത്ത് ഞങ്ങൾ മുങ്ങി കിട്ടിയില്ല, രണ്ടാമത്തെ ഭാഗം മുങ്ങി, മൂന്നാമത്തെ ഭാഗം നമുക്ക് മുങ്ങാ സമയത്തിൽ നേരത്തെ കണ്ട ജാക്ക്, ആ വണ്ടിയിലെ ജാക്ക് വെള്ളത്തടിയിൽ കിട്ടി. അപ്പം നമുക്ക് മനസ്സിലായി വണ്ടി ഇപ്പം വെള്ളത്തിലേ ഉണ്ട്. നേരത്തെ എല്ലാ ആൾക്കാർക്കും മനസ്സിലായി വണ്ടി അവിടെ ഇല്ല, വണ്ടി ഒരു ഗോവ പോയിട്ടുണ്ട്, ഇല്ല കേരള പോയിട്ടുണ്ട്, നിങ്ങളെ വണ്ടി ഇവിടെ വന്നില്ലെന്ന് എല്ലാ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ആ മേലെ മണ്ണ് എടുക്കുന്ന സമയത്ത് വണ്ടി കിട്ടിയില്ലേ. അപ്പം എനിക്ക് ഒരേ ഓർമ്മ എന്ന് പറഞ്ഞ് വണ്ടി വെള്ളത്തിൽ കിട്ടുന്ന സമയത്തിൽ ഒരു ജാക്ക് കിട്ടി, കയർ കിട്ടി. അപ്പം പോയിട്ട് ഞാൻ പറഞ്ഞത് നേരെ പോയിട്ട് അമ്മക്ക് ഒരു വാക്ക് കൊടുത്തു, അർജുൻ്റെ അമ്മക്ക്. അമ്മ, നിങ്ങളെ അർജുൻ വെള്ളത്തിലെ അടിഭാഗത്തിലുണ്ട്, വണ്ടി അടിയുണ്ട്, അതിലെ മേലെ മണ്ണ് വന്നിട്ടുണ്ട്. അപ്പം ഒരു ട്രജർ വന്ന മട്ട് മാത്രം എടുക്കാനാവും. പുഴയിൽ വന്നു പതിച്ച കല്ലും മണ്ണും നിറഞ്ഞയിടത്താണ് അർജുൻ്റെ ലോറി എന്ന് നേവിയുടെ സിഗ്നലിൽ വ്യക്തമായി. പക്ഷേ ഇവ മാറ്റാൻ ഡ്രഡ്ജർ എത്തിക്കണം. ഗോവയിൽ നിന്നും ഡ്രഡ്ജർ എത്തിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അതും വൈകി. ഡ്രഡ്ജർ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ ഒടുവിൽ 72-ാം ദിനം കാത്തിരുന്ന ആശ്വാസ വാർത്തയെത്തി. ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ 12 മീറ്റർ താഴെ അർജുൻ്റെ ലോറി കണ്ടെത്തി. ക്യാബിനുള്ളിൽ നിന്നും മൃതദേഹവും ലഭിച്ചു. ഞാൻ ആദ്യമേ പറയുന്നുണ്ട്, വണ്ടിൻ്റെ ഉള്ളിലും ഉണ്ട്. അതിപ്പോൾ എന്തായാലും ശരിയായില്ലേ, ഇനിയിപ്പോൾ ഓൻ എടുക്കും. ഓൻ്റെ അച്ഛന് കൊടുത്ത ഒരു വാക്കുണ്ടായിരുന്നു, കൊണ്ടുവരും, ജീവനോടെ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചത്. പക്ഷെ കഴിഞ്ഞില്ല. ഇങ്ങനെ ആയാലും ഇങ്ങനെ എന്നാലും ഒരു അന്ത്യകർമ്മം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചതിന് അതുണ്ട്. അർജുൻ്റെ സഹോദരനും ഞാനും തമ്മിൽ വലിയ ഒരു ഏജ് ഡിഫറൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറെ നേരം സംസാരിച്ചിരുന്നു. അവൻ്റെ വിഷമങ്ങളൊക്കെ അവൻ നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ പറഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിൽ ആ തകർന്ന വാഹനത്തിനകത്ത് നിന്ന് അർജുൻ്റെ മൃതദേഹം വീണ്ടെടുത്ത സമയത്ത് അർജുൻ്റെ മകൻ്റെ ഒരു കളിപ്പാട്ടം അവിടെ നിന്ന് എടുക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഇത് ഏട്ടൻ്റെ ഏറ്റവും നല്ല ഓർമ്മയാണിത്. കാരണം ഇത് ഏട്ടൻ വീട്ടിൽ നിന്ന് മോൻ്റെ കൂടെ കളിക്കുന്നത് ഞാൻ കാണുന്നതാണ്. എന്നിട്ട് ലാസ്റ്റ് ഈ മാസം തന്നെ, അതായത് ജൂലൈ തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഇത് മോനും ഏട്ടനും കൂടി കളിക്കുന്നുണ്ട്. DNA പരിശോധനയിൽ ശരീരാവശിഷ്ടങ്ങൾ അർജുൻ്റേതെന്ന് സ്ഥിരീകരിച്ചു. തുടർന്ന് മൃതദേഹം വഹിച്ചുകൊണ്ട് ആംബുലൻസ് അർജുൻ്റെ കോഴിക്കോട്ടെ വീട്ടിലേക്കെത്തി. നിരന്തരം സഞ്ചരിച്ച പാതയിലൂടെയുള്ള അർജുൻ്റെ അവസാന യാത്ര. നമ്മൾ ടി വിയിൽ അവനെ കാണുക, അവനെ കിട്ടണേ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിൽ വിചാരിച്ചത്. ജീവനോടെ കിട്ടണേന്ന് വിചാരിച്ചത്. ഇന്ന ദിവസങ്ങൾ പോയപ്പോൾ ജീവനോടെ കിട്ടൂല എന്ന് ഞങ്ങൾ മനസ്സിൽ കരുതി. എന്നാലും അവൻ്റെ എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ ഇവർക്ക്, ആ ഭാര്യക്ക് കാണാൻ. കർമ്മങ്ങളൊക്കെ ചെയ്യാലോ ഇനി വീട്ടുകാർക്കും. പണി വരെ ലീവാക്കിയിട്ട് ഞങ്ങൾ വരുന്നത്. രാവിലെ തന്നെ ഞങ്ങൾ ടി വി തുറക്കുമ്പോൾ അർജുൻ്റെ കാര്യങ്ങളാണ് ഞങ്ങൾ. അപ്പോൾ അത്ര മലയാളി മനസ്സിൻ്റെ ഒരു വേദനയാണ്.
കന്യാകുമാരി ദേശീയപാതയിൽ മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ അർജുൻ അടക്കം ജീവൻ നഷ്ടമായത് 11 പേർക്കാണ്. അതിൽ 2 പേരുടെ മൃതദേഹങ്ങൾ ಇದುವರೆയും ಲಭಿಸಿಟ್ಟಿಲ್ಲ. ಇದೇ ಈಗ 1 ವರ್ಷ ಆಯಿತು. ಆದರೂ ಸರ್ಕಾರ ನಮಗೆ ಮೋದಿಯವರ ಹಣ ಕೊಡ್ತೀನಿ ಹೇಳಿದರು, 2 ಲಕ್ಷ ಮೋದಿಯಿಂದ. ಅದೂ ಸಿಗಲಿಲ್ಲ. ಮತ್ತು ನಮಗೆ ಡೆತ್ ಸರ್ಟಿಫಿಕೇಟು ಸಿಗಲಿಲ್ಲ. ಆಮೇಲೆ ನಮ್ಮ ಮಕ್ಕಳಿಗೆ ಯಾವುದಾದ್ರು ಒಂದು ಜಾಬ್ ಕೊಡ್ತೀನಿ ಅಂದಿದ್ರು, ಅದೂ ಇಲ್ಲ. കുന്നിടിഞ്ഞു വീണത് ദേശീയപാതയിലാണെങ്കിലും അപകടത്തിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടത് ഗംഗാവലിപ്പുഴയുടെ മറുകരയിലാണ്. നിരവധി ജീവനുകളും വീടുകളും നഷ്ടമായി. ഇന്നിപ്പോൾ നീർന്നോർമ്മകളെല്ലാം ഉള്ളിലൊതുക്കി പുതിയൊരു ജീവിതം കെട്ടിപ്പടുത്താനുള്ള ശ്രമത്തിലാണ് ഓരോ മനുഷ്യനും. ನಾವು ಈ ಥರ ಕೆಲಸ ಮಾಡ್ತಿದ್ದೇವೆ ಇದೆ, ಆದರೂ ಒಂದು ಗ್ಯಾರಂಟಿ ಇಲ್ಲ. ಹಿಂಗೆ ನಾವು ಇದು ಈ ಬೆಳೆ ಇರ್ತದೆಯಾ ಅಥವಾ ಇರೋದಿಲ್ವಾ ಎಂಬಂಥ ಒಂದು ವಿಶ್ವಾಸ ಇಲ್ಲ. ಯಾಕೆಂತ ಹೇಳಿದ್ರೆ ಮತ್ತೆ ನೆರೆಹಾವಳಿ ಮತ್ತು ಬಂತು ಅಂತ ಆದರೆ ಇಲ್ಲಿ ನೋಡ್ರಿ ಆ ಥರ ಗುಡ್ಡ ಕುಸ್ಕೊಂಡು ಈಗೂ ಮಣ್ಣು ಅಲ್ಲೇ ಬಿದ್ದುಕೊಂಡಿದೆ. ಅದಕ್ಕೆ ತೆರೆಯುವಂಥ ಕೆಲಸ ಇನ್ನೂ ಆಗಲಿಲ್ಲ. അർജുൻ ഒരു ഓർമ്മയാണ്. മലയാളികൾ ഉള്ളിടത്തോളം കാലം മായാതെ നിൽക്കുന്ന ഒരു കണ്ണീരോർമ്മ.